അപ്പോൾ ഈ രാമനാമം ഈ കുട്ടികൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കണം, രത്നാകരൻ എന്ന കള്ളനാണ് 24,000 ശ്ലോകങ്ങൾ എഴുതിയ ആദികവിയായി ഉയർന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രെയിനിലെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്, ബ്രെയിൻ ബൂസ്റ്റിംഗ് ആണ് ഈ രാമനാമം. കാരണം ഒന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് ആ വൈബ്രേഷനിൽ തോട്ട് എനർജി കൺവേർട്ട് ടു നമ്മുടെ സൗണ്ട് എനർജി വൈബ്രേഷൻ എനർജി, അങ്ങനെ ബ്രെയിനെ അത് ബൂസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹസ്രനാമ തത്തുല്യം രാമനാമ ജപേ ഇതി, സഹസ്രനാമ തത്തുല്യം രാമനാമ ജപേ. അപ്പം രാമനാമത്തിൻ്റെ വികസിത രൂപമാണ് എന്ത്? വിഷ്ണു സഹസ്രനാമം. ഇപ്പോൾ നമ്മളൊക്കെ വിഷ്ണു സഹസ്രനാമം ദിവസേന നമ്മളെ കുടുംബത്തിൽ ജീവിക്കണം. എന്നാലോ ശ്രീധര ശ്രീകര ശ്രേയോ ശ്രീമാൻ ലോകത്രേയസോ സ്വക്ഷസ്വംഗ സദാനന്ദോ നന്ദിർജ്യോതി ഗണജ വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തി ഛിന്ന സംശയ. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സംശയങ്ങളും മാറും. ഇതിനാണ് കമ്പാരിറ്റീവ് അനലിറ്റിക്കൽ അസസ്മെൻറ്റ്. കുട്ടികളെ ഇത് വിഷ്ണു സഹസ്രനാമം ചൊല്ലി പഠിപ്പിച്ചു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിൽ എല്ലാത്തിലും അവർ ഫുൾ മാർക്ക് മേടിച്ച് അവരുടെ എവിടെയാണ് എഞ്ചിനീയറിംഗ് MBBS ഏതാണെന്ന് കിട്ടും. കാരണം അവർക്കാകെ കോംപ്ലിക്കേഷൻ 3 ക്വസ്റ്റ്യനിൽ ഏതാ കറക്റ്റ് എന്നുള്ളതാണ്. ശ്രീധര ശ്രീകര ശ്രേയോ ശ്രീമാൻ ലോകത്രയ ശ്രേയ ഉണ്ടല്ലോ, ശ്രീ 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 സ്വക്ഷസ്വംഗ സദാനന്ദ നന്ദിർജ്യോതി ഗണേശ്വര വിജിതാത്മ വിധേയാത്മ സത്കീർത്തി ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ചിന്ന സംശയം, നിൻ്റെ എല്ലാ സംശയങ്ങളും മാറും. അപ്പോൾ നമുക്ക് നമ്മൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം വികസിപ്പിക്കാനും പറ്റും, കമാൻഡിങ് പവർ വർദ്ധിപ്പിക്കാനും പറ്റും. ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ വാഷിംഗ് മെഷീനായിട്ട് നമ്മൾ ഉപയോഗിക്കാം. എന്തിന്? നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ.